90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. പാട്ടിന്റെ പൊന്നില ഒഴുകുന്ന ശ്രുതി മധുരലയ വേദിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് 90+ മൈ ട്യൂഷൻ ആപ്പ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സാനിറ്റൈസിംഗ് പാർട്ണർ വൈറൽ ലോക്സി കോസ്മെറ്റിക് പാർട്ണർ ഡാസ്ലർ എറ്റേണ റേഞ്ച് ഓഫ് കോസ്മെറ്റിക്സ് കോ പവർഡ് ബൈ GRB ആൻഡി വാഷ് ഫ്രം ജയനാട് ഗ്രൂപ്പ് ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊഡക്റ്റ് 90+ മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ്. വർണ്ണവീഥിയിൽ വാത്സല്യ മധുരവുമായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം ജഡ്ജസ്. പാട്ടിന്റെ അഴകിന് നിറവർണ്ണം പകരാൻ ഒരേ ഒരു ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ആർദ്രസ്വര മധുരത്തിന്റെ അഴകിന്റെ വേദിയിലേക്ക് പാലക്കാട് നിന്നും വന്ദിത എത്തുന്നു. വെൽക്കം വന്ദിത കുട്ടി ഓൺ സ്റ്റേജ്. വന്ദിത കുട്ടി, എന്തോ പാട്ടൊക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? നല്ല പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഏത് പാട്ട് ഇന്ന് പാടാൻ പോകുന്നത്? കണ്ണിന് പൊൻകണി കാതിന് തെൻകണി. ഓക്കെ, അപ്പോ ഇന്ന് പാടാൻ പോവാണ്. അടിച്ചു പൊളിച്ചു പാടണം, ഉറപ്പല്ലേ? പക്ഷേ ഈ ഡ്രസ്സിന് എന്തോ ഒരു കുറവുണ്ട്. എന്ത് കുറവ്? ഞാൻ ഒരു സാധനം തരാം, കണ്ടടിച്ചേ. ഇഷ്ടായോ? പിന്നെ നല്ല ഇഷ്ടമായി. ജഡ്ജസിനെ ഇംപ്രസ് ചെയ്യണം. ഇംപ്രസ് ചെയ്യില്ലേ? പിന്നെ അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്ക് ഓൺ എയർ ആവാൻ വെയിറ്റ് ചെയ്യാം. മേക്കപ്പ് കറക്റ്റ് ചെയ്ത് വെച്ച് നല്ല അടിപൊളി പാടാം. ഹലോ ഹലോ, ഭയങ്കര വെറൈറ്റി ആണല്ലോ. വന്ദിത കുട്ടി, എന്തോ ഏത് പാട്ടാ മോളെ? കണ്ണിന് പൊൻകണി കാതിന് തെൻകണി. ബ്യൂട്ടിഫുൾ സോങ്. ആഹാ, അപ്പൊ കണ്ണിന് പൊൻകണിയായിട്ടുണ്ട്, കാതിന് തെൻകണിയാവോ നോക്കാം.
വന്ദനക്കുട്ടി, എന്തോ മോള് പാടിയതില് പല്ലവി വളരെ ഗംഭീരമായിരുന്നു, എൻഡിങ്ങും കൊള്ളാം. ഈ അനുപല്ലവിയുടെയും ചരണത്തിന്റെയും ഫസ്റ്റ് ലൈൻ വരുമ്പോൾ മോക്ക് ആ റേഞ്ചിലോട്ട് എത്തുന്നില്ല. നിന്റെ നടത്തം ഈ പടപടത്തം പിന്നെ തിടുക്കത്തിൽ ഒടുക്കത്തെ നാവേറും. അത് എന്തായാലും അത് ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ തനി തനനന തനി തനനന തനി നിന്നനി തീനാനി അത് പെർഫെക്റ്റ് ആവണം. പല്ലവിയൊക്കെ കറക്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു റേഞ്ച് വരുമ്പോഴാണെന്ന് തോന്നുന്നു മോടെ നമുക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാകുന്നു. സാരമില്ല, എന്നാലും പഠിക്കുമ്പോഴത്തേക്ക് നമ്മളത് കറക്റ്റ് പെർഫെക്റ്റ് നോട്ട്സിൽ ലാൻഡിങ് നോട്ട്സ് എല്ലാം കറക്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടെ ഒരു സുഖം തോന്നും. അപ്പം മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്, നല്ല അറ്റംപ്റ്റ് ആണ്. ബട്ട് ഇനിയുള്ള പാട്ടുകൾ പഠിക്കുമ്പോൾ നോട്ട്സിൻ്റെ ക്ലാരിറ്റി കൊണ്ടുവരിക. ഏതാണോ നോട്ട് സനി സരി സനി സ സനി സരി സനി സ ആ നോട്ട് വ്യക്തമായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സാർ, താങ്ക് യു. മോളു എന്തോ അസലായിരുന്നു പാടിയത്, ഉഗ്രനായിരുന്നു. നല്ല ചില സ്ഥലത്തൊക്കെ നല്ല വോയിസ് മോഡുലേഷനൊക്കെ കൊടുത്തു, അതിന് വേണ്ടതായിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ നന്നായിരുന്നു. പല്ലവിയും എൻഡിങ്ങും വളരെ മനോഹരമായിരുന്നു. ഇടയിലാണ് ഈ കുറച്ച് പെർഫെക്ഷൻ കുറഞ്ഞു പോയത്. പിന്നെ ഒരു കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യണു, വന്ദിത ഇന്ന് പാടിയത് കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്തു. ഓപ്പൺ വോയിസിലായിരുന്നില്ല അപ്പോൾ പാടിയത്. നിന്റെ നടത്തം അല്ലേ, അതൊന്ന് പാടിയ കേൾക്കട്ടെ. നിന്റെ നടത്തം ഈ പടപടത്തം പിന്നെ തിടുക്കത്തിലൊടുക്കത്തെ നാവേറും. യെസ്, ഇനി ഓപ്പൺ വോയിസിൽ പാടുക. നിന്റെ നടത്തം ഈ പടപടത്തം പിന്നെ തിടുക്കത്തിലൊടുക്കത്തെ നാവേറും. യെസ്, അതായത് ഈ കാര്യത്തിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് രണ്ടും കണ്ടുപിടിച്ചല്ലോ. ഇങ്ങനെ പാടാൻ അറിയാം എന്നുള്ളത് മനസ്സിലായി. എന്തായാലും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ചില അവസരങ്ങളിൽ അത് യൂസ്ഫുൾ ആവും കേട്ടോ. പക്ഷേ ഈ പാട്ട് ഇത്തിരി ഓപ്പൺ ആയിട്ട് പാടേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. വളരെ നന്നായിരുന്നു. നല്ലൊരു കഴിവുള്ള കുട്ടിയാണ്. കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അത് ഇവിടുത്തെ ഗ്രൂമേഴ്സ് എല്ലാം ശരിയാക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ആ കുട്ടി, എനിക്ക് തോന്നി എന്താണെന്നറിയോ, മോളിപ്പോൾ ഇന്ന് പാടി ചെറിയ ചെറിയ കറക്ഷൻസ് രണ്ട് ജഡ്ജസും പറഞ്ഞു. ഈ രണ്ട് അങ്കിൾമാർ പറഞ്ഞതും വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. മോൾ എത്രയും പെട്ടെന്ന് അത് കേട്ട് അതിന് റിയാക്ട് ചെയ്തു, അത് റെസ്പോണ്ട് ചെയ്തു. അതാണ് മോളുടെ ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി, മോൾ എന്തിനാണ് ഒതുക്കി പാടിയതെന്ന്. കാരണം തുറന്നു പാടാൻ പറഞ്ഞപ്പം മോളുടെ ശബ്ദത്തിൽ കുറച്ച് സ്ട്രെയിൻ വന്നു ഇല്ലേ. അപ്പോൾ മോള് ഒരു പക്ഷേ അരനോട്ട് കുറച്ചിരുന്നെങ്കിൽ മോൾക്ക് കറക്റ്റായിട്ട് ഇത് അധികം സ്ട്രെയിൻ ഇല്ലാതെ ശരിക്കുമുള്ള ശബ്ദത്തിൽ തന്നെ കള്ളത്തൊണ്ടയിൽ പാടാൻ പറ്റുമായിരുന്നേനെ. അപ്പം ഇപ്പോഴും പറ്റുന്നുണ്ട്, പക്ഷെ ഒന്ന് കുറച്ചും കൂടി പുഷ് ചെയ്യണം. കോൺഫിഡൻസ് മോൾക്ക് പ്രശ്നമുണ്ട്. ഇത് രണ്ടും കൂടി വരുമ്പോൾ ഇതിപ്പം ഞാൻ കളി കളിച്ചാൽ നീ പറവറക്കും എന്നുള്ളൊരു സംഭവം തുറന്നു പാടുന്നതും ഞാൻ കളി കളിച്ചാൽ എന്ന് പറയുന്നതും ഞാൻ കളി കളിച്ചാൽ എന്ന് പറയുന്നതിലുള്ള വ്യത്യാസമില്ലേ. മറ്റേതിലൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു സാധനമാണ് അതിൽ വരുന്നത്. അത് ഒതുക്കി പാടിക്കഴിഞ്ഞാൽ ആ ലിറിക്സിന് ജീവൻ കിട്ടില്ല. അപ്പോൾ ഈ ലിറിക്സ് എപ്പോഴും മോള് കിട്ടിക്കഴിഞ്ഞാൽ മോൾക്ക് പറ്റാവുന്ന രീതിയിൽ ആ പാട്ടിൻ്റെ സാഹിത്യം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആ പാട്ടുകാരൊക്കെ അങ്ങനെ പാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ മോൾ അതിൻ്റെ നല്ല വശം എന്തിനാണതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പം കുറച്ചും കൂടി മോൾക്ക് ലിറിക്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കില്ലാടി മ്യൂസിക് ഡയറക്ടറാണ് ജെറി വിമൽദേവ് സാറും. മോള് ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. എനിക്ക് തോന്നുന്നു മോളുടെ പാട്ടിൽ മോള് വന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പാട്ട് ഇന്ന് പാടിയത് ഡെഫിനറ്റ്ലി മോൾക്കൊരു നല്ലൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ്. കാരണം മോള് കുറച്ച് ചിയർഫുള്ളായി, ആ തൊപ്പിയൊക്കെ ഇട്ടിട്ടാണെങ്കിലും നല്ല ചിയർഫുൾ പ്ലീസിങ് ആയിട്ടാണ് മോള് പാടിയത്. അതുകൊണ്ട് അങ്കിളിന് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മോളെ വന്ദിത, എന്തോ ഇപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ വശത്തെക്കുറിച്ചെല്ലാം മൂന്ന് പേരും പറഞ്ഞു. പക്ഷേ ഞാനിവിടെ ഇരിക്കുമ്പം എനിക്ക് തോന്നുന്നത് ഈ പാട്ട് ഇത്രയും ഭാവത്തോടെയും ഇത്രയും എനർജി ആയിട്ടും തന്നെ പാടണം. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല. അത് ഒരു ടീസിങ് ആണ്. മോഹൻലാൽ ഇപ്പോൾ ഏത് സിനിമയിലാണെന്നറിയാമോ നോക്കിയത്? സന്മനസ്സുള്ളവർക്ക് സമാധാനം. ശ്രീനിവാസൻ്റെ കഥാപാത്രമുണ്ട്, ഒരു SIയുടെ. അപ്പോൾ അങ്ങനെ ഒരു SI ലോകത്ത് കാണത്തില്ല. പക്ഷേ അദ്ദേഹം അത് കൺസീവ് ചെയ്ത് അഭിനയിച്ചപ്പം ഇങ്ങനെ SIമാരുണ്ടാകും എന്ന് നമ്മൾക്ക് തോന്നും. അതാണ് ഞാൻ ഈ കഥാപാത്രത്തിൻ്റെ കാര്യം പറയാൻ കാരണം. ടോപ്പ് സിംഗറിൽ ജഡ്ജായിട്ട് വന്നതിന് ശേഷം നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്ത് കൊല്ലത്തുള്ള കുറേ നാളായി കണ്ടിട്ട്, അപ്പോൾ കാണാൻ വേണ്ടി വന്നിട്ട് വളരെ ആർട്ടിഫിഷ്യലായിട്ട് നീയാണോ ഒരുപാട് നാളായല്ലോ, അല്ല ഈ പാട്ടുകാരുടെ ഇടയിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ
വലിയ ജഡ്ജായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, എന്താണ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു. അതായത് സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഈ കാക്കിക്കുള്ളിൽ ഒരു കവിയുണ്ട്, ഒരു കലാകാരനുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ MLA-യുടെ കുപ്പായത്തിനുള്ളിൽ, ഈ നടന്റെ കുപ്പായത്തിനുള്ളിൽ സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഞാൻ അവിടെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. കുട്ടി ജഡ്ജസ് എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? ഇത് നമ്മള് കുട്ടി ജഡ്ജസ് അല്ല, ആ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവര് പാട്ടുകൂട്ടമാണ്. ഇവരിനി അറിയപ്പെടുന്ന പാട്ടുകൂട്ടം പേര് എന്നുള്ളത് മാറ്റി. കുട്ടി ജഡ്ജസ് അല്ല. ഇവരെ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുതുതായിട്ട് വന്ന കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയാണ്. സാധാരണ ഒരു റിയാലിറ്റി ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ അവർ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ടാലേ അവർ ഓർമ്മ വരത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല ശ്രീകുടൻ ചേട്ടാ, ഇവരുടെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ അവർക്ക് പഠിക്കുകയും ചെയ്യാം. അതെ അതെ, പാട്ടുകൾ കേട്ടോണ്ടിരിക്കാം, കുറെ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാം. അപ്പൊ അങ്ങനെ ആയതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ കൊണ്ട് പലരെ മാറി മാറി കൊണ്ടിരുന്നത്. ഇതില് സ്ഥിരമായിട്ട് ഒരുത്തനുണ്ട്, അവനിവിടെ തന്നെ. ഞാൻ പേരൊന്നും പറയത്തില്ല, ഒരു ഓറഞ്ച് കളറിലുള്ള ജുബ്ബയുള്ള ഒരാൾ. അതെ, ഓറഞ്ച്. വന്ദിതക്കുട്ടി, എന്തോ? you are going to be awarded a double wow today. താങ്ക് യു സാർ. Congratulations, Vandita. You are awarded a double wow. 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 അടി ഒരു വൈദ്യമടം പൂക്കുറ്റി. അപ്പൊ വന്ദിത കുട്ടി, ഓൾ ദ ബെസ്റ്റ്. എന്ത് പറയണോ ആൻറ്റി? റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? എന്താ, കുറേ പേര് വിളിക്കാറുണ്ട്, എല്ലാം സന്തോഷം തന്നെ. ഇത്രയും വലിയൊരു സ്റ്റേജ്, ഇത്രയും വലിയ ജഡ്ജസിന്റെ ഒക്കെ മുമ്പിൽ അവൾക്ക് പാടാൻ വലിയ സന്തോഷം. അതെ, അത് തന്നെയാണ് എല്ലാ പേരൻസിനും വലിയൊരു സന്തോഷമാണ്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പാടുക ഇനി വരുന്ന റൗണ്ട്സ് ഒക്കെ. ഓക്കെ, സ്വരവിരുന്നിന് മേളക്കൊഴുപ്പുമായി കുട്ടിപ്പാട്ടുകാരിലെ കുറുമ്പൻ കാസർഗോട്ട് നിന്നും കൃഷ്ണജിത്ത്. വെൽക്കം കൃഷ്ണജിത്ത് ഓൺ സ്റ്റേജ്. ആ വന്നല്ലോ ആൽ കൃഷ്ണജിത്ത്. കിതർ ജയങ്ക, കമോൺ ഇവിടെ കമോൺ. ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? ഞാൻ ഷാർജ ടു ഷാർജ എന്ന ഫിലിമിലെ 14. ആഹാ, MG സാറിന്റെ പാട്ടാണല്ലോ. അപ്പോൾ നല്ലോണം പെർഫോം ചെയ്യാനുള്ള പാട്ടാണ്. അപ്പൊ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ. അതൊരു 2 സ്റ്റെപ്പ് കളിച്ചേ നോക്കട്ടെ, പഠിച്ചിട്ടുണ്ടോന്ന്. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ, പനിനീരൻ കടവത്ത് കുടമുല്ല പൂത്തല്ലോ. മതി മതി. അപ്പോൾ ബാക്കി സ്റ്റേജിൽ ചെന്നിട്ട് അടിപൊളിയായിട്ട് ചെയ്യാലോ. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ്. പൊളിക്കണം. എന്തോ? എന്തുകൊണ്ട് വിശേഷം? സുഖം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.
നന്നായിരുന്നു മോനെ. താങ്ക് യു സർ. പാട്ടൊക്കെ കൊള്ളാം, പക്ഷെ കുറച്ച് എനർജി വേണം. ഓക്കെ സർ. 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ. പഞ്ച് ചെയ്ത് പാടണം ഒരു താളത്തിൽ. ആ ക്ലിക്ക് വന്നിട്ടെ, ഇനി പാടും. 2 3 4. 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ, പനിനീരിൻ കടവത്ത് കുടമുല്ല പൂത്തല്ലോ, മണിമുത്തും പൊന്നിന്റെ ഉടവാളും ഉണ്ടല്ലോ, മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ, മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ളപ്പഞ്ഞി മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ളപ്പഞ്ഞി കുപ്പായം, മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ളപ്പഞ്ഞി കുപ്പായം, വെള്ളി ചില്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ, ആ മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ളപ്പഞ്ഞി കുപ്പായം, ആ വെള്ളി ചില്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ കുറയ്ക്കരുത്. കാരണം അവിടെ തന്നെ നിൽക്കണം. പ്രയാസമാണ് ഇത് പാടാൻ. കാരണം കുറച്ച് പാടി വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, നമ്മുടെ ശ്വാസം ഭയങ്കരമായിട്ട് പോവും. എസ്പെഷ്യലി പിന്നെ അനുപല്ലയും ചേർണം വരത്തില്ലേ, അവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ മൈലാഞ്ചിപ്പൂവും കയ്യുകള് മെയ്യ്, അതിൻ്റെ ഇടയിൽ ഒരു സംഗതി നന്നായിട്ട് പാടി കേട്ടോ, രസമുണ്ടായിരുന്നു. പിന്നെ ഈ ചന്ദ്രനെ എന്ന് പറയുന്നില്ലേ, അത് മൊത്തം എത്തിക്കണം മോനെ. ചന്ദ്രനേ ആ ബാറ് മുഴുവൻ കൊണ്ടെത്തിക്കണം. ഓക്കെ, എവറിത്തിങ് ഈസ് ഗുഡ്. എനിക്ക് ഇതുപോലെ കുറച്ച് ഈ കുഞ്ഞു നോവും ഇരിപ്പുണ്ടെന്ന് പറയുമ്പോൾ എക്സ്പ്രഷൻ ആവും അവിടെ. ബാക്കി ടോട്ടലി കൊള്ളാം. വെരി ഗുഡ്. താങ്ക് യു സർ. കൃഷ്ണജിത്ത്, സാർ ഇന്ന് മോൻ പാടിയ പാട്ടിൽ എനിക്ക് എന്തോ മോൻ്റെ അടുത്ത് ഇതിനേക്കാളും കുറച്ചും കൂടിയും കിട്ടാമായിരുന്നു എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മെയിൻ പ്രശ്നം വേറെ ഒന്നുമല്ല, മോൻ്റെ അടുത്ത് പഞ്ചിൽ പാടണമെന്ന് പറഞ്ഞ് പാടിച്ച ലൈനില്ലേ MG അങ്കിള്, ആ ലൈന് പഞ്ചിന്റെ ഒപ്പം തന്നെ മോൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫാസ്റ്റ് സോങ്സ് പാടുന്നവർ കറക്റ്റ് താളത്തിൽ പാടണം. ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ വലിഞ്ഞു പോയാൽ പാട്ടിലെ മുകളിലുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഗ്രിപ്പ് നഷ്ടപ്പെടും. ഇപ്പൊ വെറുതെ ക്ലിക്കിട്ട് പാടിച്ചപ്പോൾ മോൻ ആദ്യം പാടുന്നതിനേക്കാളും ഭേദപ്പെട്ടിരുന്നു കേൾക്കാൻ. പാടുമ്പോൾ ഫുൾ ഓർക്കസ്ട്രയുടെ ഒപ്പം പാടുമ്പോൾ ആ ക്ലിക്കിന് ഈക്വലൻ്റ് ആയിട്ട് എന്താണ് ഋതത്തുനിന്ന് വരുന്നതെന്ന് മോൻ ശ്രദ്ധിച്ച് കേട്ട് അതിൻ്റെ മുകളിൽ തന്നെ സ്ട്രോങ് ആയിട്ട് ടൈറ്റ് സിംഗിങ് എന്ന് പറയില്ലേ, അത് അവിടെയാണ് ഈ പാട്ടുകാരെയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും. അതിലൊരു ഒരു കില്ലറാണ് ഈ നിൽക്കുന്ന ശ്രീകുട്ടൻ ചേട്ടൻ. അതാണ് ശ്രീകുട്ടൻ ചേട്ടൻ അടിപൊളി പാട്ടിൽ എപ്പോഴും സ്പെഷ്യലിസ്റ്റ് ആവുന്നത്. ഞാനിത് ഓവർ പ്രശ്നങ്ങൾ പറയുന്ന മാതിരി തോന്നരുത്. മോൻ്റെ അടുത്ത് ഇത്രയും പറയുന്നത് മോൻ്റെ പാട്ട് വളരെ ഇഷ്ടമാണ്. അത് ഇത്രയൊക്കെ പറഞ്ഞു തന്നാൽ മോനെ അത്ര പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയാം അടുത്ത ലെവലിലേക്ക്. ഇനി ഈ പാട്ടിൻ്റെ ഇടയിൽ പാട്ടൊരു സൈഡിൽ കൂടി പോകുന്നുണ്ടെങ്കിലും BGM വരുമ്പം ആ സോളോ വയലിൻ ഒരു രക്ഷയില്ല. ഫ്രാൻസിന് വലിയൊരു കയ്യടി. വേറൊരു കാര്യം കൂടി മിസ് ഔട്ട് ചെയ്യാതെ പറയണമെന്ന് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതായത് മ്യൂസീഷ്യൻ ഫ്രണ്ട്സ്, സ്റ്റുഡിയോവും സിനിമയായിട്ട് ബന്ധമുള്ള ആൾക്കാർ നമ്മളുടെ ഷോൻ്റെ ടെലികാസ്റ്റ് കണ്ടിട്ട് അതിൻ്റെ ഓഡിയോ കേട്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ മ്യൂസിക്കൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് വീണ്ടും സ്റ്റുഡിയോയിൽ വല്ലതും പോയിട്ട് മിക്സ് ചെയ്യുന്നതാണോ, പിള്ളേരുടെ പാട്ടല്ലാതെ ഓർക്കസ്ട്ര? ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, കാണുമ്പോൾ 3 പേരെ വയലിൻ വായിക്കുന്നുള്ളൂ, പക്ഷെ കേൾക്കുന്ന സമയത്ത് 10-12 പേര് വായിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു അത് ആ 3 പേര് അങ്ങനെ വായിക്കുന്ന 3 പേരാണ്. അവർ 3 പേര് വായിച്ചാൽ തന്നെ അതൊരു 6-7 പേരുടെ ഒരു കളറ് കിട്ടും. പിന്നെ കൂടാതെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും നമ്മുടെ കീബോർഡ് പ്ലെയറിൻ്റെ എല്ലാവരുടെയും കൂടി ഒരു മിക്സ് വരുന്ന സമയത്ത് ഇതിനെ 12 കേൾപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ എൻറ്റയർ ടീം ഇത്രയും ഭംഗിയായിട്ട് കേൾപ്പിക്കുന്ന അവർക്കൊരു വലിയൊരു കയ്യടി വേറെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ടോപ്പ് ബാൻഡ്. കൃഷ്ണജിത്ത് സാർ വളരെ നന്നായിരുന്നു മോനെ. ഈ ഇത്രയും ടഫായിട്ടുള്ള അടിപൊളി പാട്ടാണെങ്കിലും ഇത് ടഫായിട്ടുള്ള അടിപൊളി പാട്ടാണ്. അത് ഇവിടെ വന്നിങ്ങനെ ഇത്രയും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തതിൽ ആദ്യം തന്നെ അഭിനന്ദനം. ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയത് മോൻ പാടുമ്പോൾ മിക്കപ്പോഴും താഴത്തോട്ട് നോക്കിക്കൊണ്ട് പാടുണ്ടായിരുന്നു. വളരെ അപൂർവമായിട്ടാണ്. ഇടയ്ക്കൊക്കെ നേരെ നോക്കും, ഇടയ്ക്ക് കോറസിനെ ആ സൈഡിലേക്ക് നോക്കി. പക്ഷെ അത് അങ്ങനെ ആവരുത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പാട്ട് പാടുമ്പോൾ, അടിപൊളി പാട്ട് പാടുമ്പോൾ ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് നോക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പാടണം കേട്ടോ. ഏത് സ്കെയിലാണ്, ഏത് രാഗത്തിലാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ഈ പാട്ട് അറിയാമോ? സിന്ധു ഭൈരവി. സിന്ധു ഭൈരവി എന്ന് പറഞ്ഞാൽ കർണാടക സംഗീതത്തിൽ സരിഗമ പദനി സനിധ പമഗരിസ ഹരിമുരളീരവം ഹരിത വൃന്ദാവനം. അതുണ്ട് കൊഞ്ചി കരയല്ലേ, അതെ, കൊഞ്ചി കരയല്ലേ മിഴികൾ നരയല്ലേ, ആ പാട്ട്. പിന്നെ നെഞ്ചുടുക്കിൻ്റെ താള, ആ പാട്ട്. ആലില കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ
അപ്പൊ എന്തായാലും മോനൊന്ന് പാടിയത് കൊള്ളാം. താങ്ക് യു ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പിന്നെ കൃഷ്ണൻ സാർ ഇത്രയും കൂടുതൽ ടിപ്പൊന്നും സാധാരണ നമ്മൾ കൊടുക്കാറില്ല കേട്ടോ. മോന് സ്പെഷ്യലായിട്ട് അതിനകത്തങ്ങ് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും ശരിക്കും ഒരു മഴ തന്നെ പെയ്തു രാഗങ്ങൾ കൊണ്ട്. ഇത് ഒരു അറബിക് സ്റ്റൈലിലുള്ള ഒരു പാട്ടാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഓർമ്മ, ഒരു മസ്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്കിൾ ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ഒരു ദിവസം നമുക്ക് പ്രോഗ്രാം ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, ഇത് കണക്കൊരു അറബിക് ഗാനമേളയുണ്ട്, നമുക്കൊന്ന് കാണാം, ഒരു വ്യത്യസ്തമാണ്, ഭയങ്കര രസമുള്ള സംഭവമാണെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പം ഓരോരോ പാട്ടുകൾ നമുക്ക് അവിടുന്ന് വിട്ടുപോകാൻ തോന്നത്തില്ല, നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ ഒരു 3-4 പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് പോകാൻ സമയമായി, നമ്മൾ നാളത്തെ പ്രോഗ്രാം കുറച്ച് ദൂരെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യമില്ലാതെ അവിടുത്തെ ഒരാൾ അങ്ങ് അനൗൺസ് ചെയ്തു, മലയാളം ഫിലിം ആക്ടർ, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കേട്ടിട്ട് ഒരു പാട്ടുകാരൻ നേരെ എൻ്റെ അടുത്ത് വന്നു പരിചയപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തൂടെ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും, നിങ്ങൾ മെയിൻ പാട്ടുകാരൻ പറഞ്ഞല്ലേ. അങ്ങനെ അദ്ദേഹം പോയിരുന്ന് അവരുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് താമസം എന്തേ വരുവാൻ എന്നുള്ള പാട്ട് പാടി. വാക്കുകൾക്കൊക്കെ ചെറിയ ഒരു വ്യത്യാസം ഉണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു കുഴപ്പമില്ലാതെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട്, അപ്പം ഞാനവിടെ ഇരിക്കാൻ ബാധ്യസ്ഥനായി. അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ട്, താമസം എന്തേ വരുവാൻ, പ്രാണസഖി, അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ പാടുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, പല ലാംഗ്വേജിലുള്ള പാട്ട് ഞാൻ പാടും, അവിടെ ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്, ഒരു പാട്ടും അർത്ഥം മനസ്സിലാക്കാതെ ഞാൻ പാടിയിട്ടില്ല, പാടിയാൽ പരാജയപ്പെടുമെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്ത് സംഗീതത്തിന് ഒരു പ്രത്യേക ഭാഷയുണ്ട്, എവിടെ ചെന്നാലും അത് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കൃഷ്ണജിത്തിന് സാർ ഇന്നത്തെ പാട്ടിന് ഞങ്ങൾ ജഡ്ജസ് തരുന്നു താങ്ക് യു സർ. Congratulations, you are awarded a double wow. Wow and wow. താങ്ക് യു സർ. പൂക്കുറ്റി വേണ്ടേ? ആ പൂക്കുറ്റി വേണം. ഏത് പൂക്കുറ്റി വേണം? കൃഷ്ണ പൂക്കുറ്റി. അടിയൊരു കൃഷ്ണ പൂക്കുറ്റി. താങ്ക് യു. താങ്ക് യു. അപ്പൊ കൃഷ്ണു ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്, A ഡബിൾ വാവൊക്കെ അടിച്ച് ഹാപ്പി ആയില്ലേ? അപ്പൊ പേരെന്തായാലും ഞങ്ങൾ മാറ്റാൻ പോവാണ്. കൃഷ്ണജിത്തിന് പകരം കൃഷ്ണു, കൃഷ്ണക്കുള്ള പേരുകളാണ് കിട്ടിയേക്കണേ അല്ലേ. കുറച്ചും കൂടെ എനർജി പാട്ടൊക്കെ എടുക്കുമ്പോൾ ആ ഒരു എനർജിയിൽ ഇനി ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മീനുട്ടി, ഓ നമുക്കൊരു CTC ചായ കുടിച്ചിട്ട് ഒന്നുകൂടെ എനർജറ്റിക് ആയിട്ട് ഇങ്ങോട്ട് വന്നാല് പിന്നല്ല. ഷോർട്ട് ബ്രേക്ക്. 7 അഴകുള്ള പാട്ടിന്റെ പൂരത്തിലേക്ക് ബാംഗ്ലൂരിൽ നിന്നും മേഘ്ന എത്തുന്നു. വെൽക്കം മേഘ്ന കുട്ടി ഓൺ സ്റ്റേജ്. നീ എന്നിൽ ചേർന്നാലും ഞാൻ നിന്നിൽ ചേർന്നാലും അനുരാഗത്തെ നിന്റെ മണമാണെന്നേ. പൂവാണ് നീ എങ്കിൽ കർമ്മിക വണ്ടായി ഇരുകാതിൽ വന്നേ ഞാൻ പ്രണയം. പാട്ടൊക്കെ പാടി ഇവിടെ ഇരുന്നാ മതിയോ? പോണ്ടേ? ഇതിന്റെ സമയമായിട്ടില്ല. അപ്പൊ ഈ ഡ്രസ് ഇട്ടുണ്ടോ പോന്നെ? വേറെ ഉണ്ടോ? ആ വേറെ ഉണ്ട്, വേറെ അമ്മ റെഡിയാക്കി വെച്ചേക്കാം. ഓക്കെ. മേഘനക്കുട്ടി ഇവിടെ പാട്ടിന്റെ തിരക്കിലേക്കാണ്. പ്രേക്ഷകരെ, നിങ്ങളോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. 90+ മൈ ട്യൂഷൻ ആപ്പ് 5th സ്റ്റാൻഡേർഡ് തുടങ്ങി 12th സ്റ്റാൻഡേർഡ് വരെയുള്ള കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് അവരുടെ പഠനം കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ടുള്ള ഒരു ആപ്പാണിത്. ഇത് ആദ്യം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നെറ്റ് യൂസേജ് ഉണ്ടെങ്കിലും പിന്നീടുള്ള യൂസേജിന് ഇതിന് നെറ്റിൻ്റെ ആവശ്യകതയില്ല. പിന്നെ വേറൊരു പ്രത്യേകത, ആനിമേഷനിലൂടെയാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ബിഗ്ഗസ്റ്റ് ഫീച്ചർ അല്ലെങ്കിൽ എടുത്തു പറയാൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്യൂഷൻ ഫീനേക്കാളും വളരെ കുറച്ച് ഫീ മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യില്ലേ? ഉറപ്പാണല്ലോ? മേനുകുട്ടി, എവിടായിരുന്നു? ഞങ്ങള് കുറച്ചു നേരമായിട്ട് കാത്തിരിക്കുക ഇവിടെ. അതെ, ഞാന് ആ മേക്കപ്പ് റൂമിൽ. അയ്യേ, ആരെങ്കിലും മേക്കപ്പ് റൂമിൽ ഇരിക്കോ? ആരെങ്കിലും ഇരിക്കോ മേക്കപ്പ് റൂമില്? പൊട്ട് കണ്ടോ മക്കളെ? അവിടെ എത്ര പൊട്ടിട്ടിട്ടുണ്ട്? ഒരെണ്ണം. ഇതോ? രണ്ടെണ്ണം. രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ട്. അറിഞ്ഞില്ല അല്ലേ?
2 പൊട്ട്, 2 ഉടുപ്പ്, 2 പാവാട, 2 ചെരുപ്പ്. അതൊന്നുമല്ല, നെയിൽ പോളിഷ് കണ്ടോ എത്ര കളറായിട്ടിരിക്കുന്നേന്ന്. 2 കയ്യിലും ഇട്ടിട്ടുണ്ട്, കാലിലും ഉണ്ട്. ഓ, കാലിലുണ്ടോ? ഒന്ന് കാണിച്ചു കൊടുക്കാൻ കണ്ടോ. ഏത് പാട്ടാ പാടുന്നേ? കണ്ടമ്മച്ചിരി കൊയിട്ടാണ്. അപ്പൊ പിന്നെ മറ്റേ എന്താണ്, ഭയങ്കര ഡാൻസ് ആയിരിക്കും അല്ലേ? അതെ. എങ്ങനെ ഡാൻസ് ചെയ്യുന്ന അതിന്റെ ഒരു സ്റ്റെപ്പ് കാണിച്ച്. അത് സ്റ്റേജിൽ പാടുമ്പോ കാണിച്ചതാ. പാടുമ്പോ കാണിച്ചത്. സോറി ഏട്ടാ. ഇങ്ങനെ ഓർത്തോണ്ട് പാടി ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ ബൈഹാർട്ട് പഠിച്ചോ ഫുള്ള്? ഇതെങ്ങനെ സാധിക്കുന്നു ഈ കാണാതെ പഠിക്കുന്നത്? എല്ലാം കറക്റ്റ് ഓർത്തെടുക്കൂല്ലേ സമയമാകുമ്പോ? അതെ അതെ അതെ. അത് പക്ഷെ വലിയ പാട്ടാ. വലിയ പാട്ടാ അല്ലേ? അല്ല, മൂട്ടയുണ്ട്, പാറ്റയുണ്ട്, വക്കീലുണ്ട്, തൊഴിലാളികളുണ്ട്, എല്ലാം ഉണ്ട്. ശരി, 4 എണ്ണം ഉണ്ട്. എല്ലാം പഠിച്ചു വെച്ചേക്കാം. തൊഴിലാളികളുണ്ട്. ശരി, തുടങ്ങിക്കോ. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. പക്ഷെ ഒത്തിരി കളിക്കുമ്പോ എന്റെ ഹാർട്ട് ഇങ്ങനെ ബ്ലിങ്ക് ആവുമ്പോ എനിക്ക് പാടാൻ പറ്റത്തില്ല. ഹാർട്ട് ബ്ലിങ്ക് ആവോ? ഹാർട്ട് ബ്ലിങ്ക് ആവും. ഇങ്ങനെ ഓ. പ്ലെപ് 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 പ്ലെപ്. നടക്കണ കൽബിന് മൂടിയ കോട്ടാണ് ഇത്. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്. മമ്മദ് കാക്കട കോട്ടാണ് ഇത്, നാട്ടിൽ മുഴുവൻ പാട്ടാണ്. മനുഷ്യൻ 4 കോട്ടിനകത്തൊരു വാലൻ പാട്ടിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കൂട്ടും കൂടി തിന്നല്ലേ. മനുഷ്യൻ 4 കോട്ടിനകത്തൊരു വാലൻ പാട്ടിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കൂട്ടും കൂടി തിന്നല്ലേ. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്. മമ്മദ് കാക്കട കോട്ടാണ് ഇത്, നാട്ടിൽ മുഴുവൻ പാട്ടാണ്. മീനുട്ടി, ഓ, ആകെപ്പാട് ആ 2-2.5 മൈക്കാണെങ്കിൽ അവളായി. ആകെ അത്രേ ഉള്ളു കേട്ടാ. പക്ഷെ ഇത്രയും കാണാതെ പഠിച്ച് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് കേട്ടോ.
കാരണം എത്ര സ്റ്റാൻസ് മോളെ ഇത്? എത്ര കട്ടയുണ്ടെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്ര ചരണമുണ്ട്, എത്ര stanza? അവള് പഠിച്ചു പാടി ഏതാണ്ട് 5 സ്റ്റാൻസ്. എത്ര പല്ലവി കൂടാണ്ട് 4 ചരണം. അപ്പൊ മൊത്തം 5. 5 എണ്ണം കാണാതെ വെടിക്കെട്ട് പോലെ പാടി. ഒരു പ്രശ്നമില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി കണ്ടം വെച്ചൊരു കോട്ടാണ്. ആ കോട്ട് അതെ, അതാണ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അത് കീറിയ കോട്ട്. ഇത് കീറാത്ത കോട്ട്. ഇത് കീറിയ കോട്ട് വെച്ചിട്ട് എൻ്റെ ഡ്രസ് എടുത്ത് ഇവിടെ കുറച്ച് കീറിയിട്ട് വേറെ ഏതെങ്കിലും ഒരു സാരി എടുത്ത് ഇങ്ങനെ തയ്ച്ചു. അതാണ് കണ്ടം വെച്ച കോട്ട്. കണ്ടം വെച്ച കോട്ട്. പക്ഷെ ഡാൻസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് PG കുറച്ചുണ്ടായിരുന്നുള്ളൂ. അല്ല, ഹാർട്ട് അവള് കഴിഞ്ഞ തവണ ചോദിച്ചോ പറഞ്ഞു മോളെ ഡാൻസ് ചെയ്യാത്ത. അത് ഹാർട്ട് ഇങ്ങനെ കൊച്ചല്ലേ, അപ്പൊ കൊച്ചു ഇതിന്റെ ഒക്കെ ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു വെള്ളക്കിടത്ര. എന്തായാലും എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. കാരണം ഇത്രയും ഓർത്ത് ഈ പ്രായത്തിൽ ഇങ്ങനെ പാടണമെന്നുണ്ടെങ്കിൽ അതൊരു ദൈവാനുഗ്രഹമാണ്. സത്യം, ശരിക്കും ഒരു ദൈവത്തിന്റെ അനുഗ്രഹമാണ്. കാരണം ഒരിക്കലും ഇത്ര 5 സ്റ്റാൻസ് ഓർത്ത് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അതിനിടയിൽ ഞങ്ങൾ ആദ്യം എന്തൊക്കെയോ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ചോദ്യം, അതിൻ്റെ ഉത്തരം പറയണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പാട്ടും കൂടെ പാടുക എന്ന് പറയുമ്പോഴത്തേ ഒരു ബിഗ് ടാസ്ക്കാണ്. അതിൽ വിജയിച്ചു. ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു മോള്? ഞാൻ പപ്പടവും ചോറും മാത്രം കഴിച്ചുള്ളൂ. അത് എരിവ് ഉണ്ടാവോന്ന് വിചാരിച്ചിട്ട് എനിക്ക് അപ്പൊ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്താൽ മതി. ഇനി ഏത് പാട്ട് പാടാൻ വരുന്നതിന് മുമ്പും പപ്പടവും ചോറും കഴിച്ചാൽ മതി. വീട്ടിൽ പോയിട്ട് പിന്നെ ചിക്കൻ കഴിക്കുവോ? എരിവില്ലാത്ത ചിക്കൻ ഉണ്ടെങ്കിൽ ഞാൻ വലിച്ചു തിന്നും. എനിക്ക് ചിക്കൻ ഇഷ്ടമാണോ? ചിക്കന്റെ കാര്യം പറയണ്ട, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എനിക്ക് കുതിയാവും. ചിക്കൻ എരിയില്ലാത്ത എങ്ങനെ കിട്ടും? കഴുകുവോ? അതെ, കഴുകുവാണെങ്കിൽ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ തിന്നും ഞാൻ. കോഴിക്ക് വേദനിക്കും മോളെ. മോക്ക് ഏത് ചിക്കനാ വേണ്ടേ? എനിക്ക് ചിക്കൻ ഫ്രൈ ആണോ, ചിക്കൻ കറി ആണോ, ചില്ലി ചിക്കൻ ആണോ, KFC ആണോ, ഏതാ വേണ്ടേ? ഫ്രൈഡ് ചിക്കൻ. അതിന് എരിവില്ലല്ലോ. KFC. എനിക്ക് KFC കഴിക്കാൻ കൊതിയുണ്ട്. അങ്കിൾ വാങ്ങിച്ചേരും അടുത്തോണം. വേണ്ട, നിങ്ങൾ കോവിഡ് പിടിക്കും. പ്രാവശ്യം പുറത്തേന്ന് ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിച്ച കോവിഡ്. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഓൾ ദി ബെസ്റ്റ്. മോള് പാടിയ പാട്ട് അങ്കിളിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഇത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്നറിയോ? മോള് പാടിയതിൽ ഒരു മിസ്റ്റേക്ക് ഇല്ല, ഒരു തെറ്റ് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് എങ്ങനെ സാധിക്കുന്നു? ഞാൻ പക്ഷെ പഠിക്കാതെ ഇരുന്നാലും എനിക്ക് കിട്ടും. ഇത് ഞാൻ പണ്ടേ പഠിച്ചു വെച്ചതാ. ഓ, അത് ശരി. പിന്നെ ഈ പാട്ടിന്റെ ഇടയിൽ ഈ കോട്ടിന്റെ അകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് എനിക്ക് മനസ്സിലായില്ല. അത് ഈ കോട്ടില്ലേ, വക്കീൽ എന്ന് പറഞ്ഞാലൊരു ബ്ലാക്ക് കോട്ടാണ്. അതിനകത്ത് പിന്നെ അതിന്റെ അടുത്ത് പിന്നെ അതിന്റെ സെക്കൻഡ് സ്റ്റോറി, അതിന്റെ ആദ്യം കഴിഞ്ഞ സെക്കൻഡ് സ്റ്റോറിയില് ഇങ്ങനെ മൂട്ടയിരിക്കുന്ന കോട്ടില്, ഇങ്ങനത്തെ കോട്ടില് മൂട്ടയും ഇരിക്കുന്നുണ്ട്, പാറ്റയും ഇരിക്കുന്നുണ്ട്. ഈ പാടുന്ന സമയത്ത് ഈ മൂട്ടയുടെയും പാറ്റയുടെയും ഒക്കെ കാര്യം ഓർക്കാറുണ്ടോ? ഓർക്കാറുണ്ട്. അങ്ങനെയാണ് ഇത് പഠിച്ചു വെക്കുന്നത് അല്ലേ? ഒരു വരിയുണ്ടല്ലോ, കൂട്ടാണ് പറയുമ്പോ ഇങ്ങനെ ഓരോ സൈഡിൽ പോകുന്നുണ്ടല്ലോ ഡാൻസ് അല്ലേ, ഹിപ്പ് വെച്ചിട്ട്. അത് ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരുമോ? ഓൾ ദി ബെസ്റ്റ്. പോവാറായിട്ടില്ല. ഞാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ, എഴുതിയിട്ട് 2 പേര്. ഓൾവേസ് പറഞ്ഞ ഉമ്മയും തന്നു പോവാ. അപ്പൊ മേഘനക്കുട്ടി കാലക്കിയിലോ ഒന്ന് കാണാൻ എന്തൊരു ക്യൂട്ടാണ്. പാട്ട് പാടിയതും ശ്രുതി കറക്റ്റ് ആയിരുന്നു, സംഗതി ഒന്നും പോയില്ല, താളം കറക്റ്റ് ആയിരുന്നു, വരികളൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചു. ഇതൊക്കെ ഭയങ്കര വലിയ കാര്യങ്ങളല്ലേ ഈ കുഞ്ഞു പ്രായത്തിൽ ഇത്രയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാ. എന്തായാലും കലക്കി, പാട്ടെല്ലാം ഉഗ്രനായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. മേഘനക്കുട്ടി, ഇത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരായിരിക്കും അറിയാം? ഈ ഒരു സാഹചര്യത്തിൽ മോൾ ഇങ്ങനെ പാടുന്നത് കാണുമ്പോൾ 2 പേര്, 2 ആത്മാക്കൾ ഇങ്ങനെ സ്വർഗത്തിലിരുന്നിട്ട് ഇപ്പോഴും ഞാൻ എഴുതി
ഇദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത ഈ പാട്ട് ഒരു കിളിക്കുഞ്ഞ് പാടി എല്ലാവരും രസിക്കുന്നുണ്ടല്ലോ എന്ന്. ബാബുരാജ് മാഷും പി ഭാസ്കരൻ മാഷും. കാര്യം അവർക്ക് ഇതിപ്പരം ഒരു സന്തോഷം, ഒരു ട്രിബ്യൂട്ട് കൊടുക്കാനില്ല. കാര്യം ഓരോ വരികളും കുഞ്ഞുങ്ങൾക്ക് പാടാൻ പാകത്തിലാണ് എഴുതിയതും സംഗീതം ചെയ്തതും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അപ്പോൾ ഞാൻ കുറച്ച് കൊല്ലം മുമ്പ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ട്രെയിൻ കാത്തു നിൽക്കുകയാണ് ചെന്നൈയിലേക്ക് പോകും. അപ്പോൾ ദൂരെ നിന്ന് ഒരു ഫാമിലി, 1-2 സ്ത്രീകളുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, ആണുങ്ങളുണ്ട്, എല്ലാവരും കൂടെ അവരിങ്ങനെ നടന്നിങ്ങനെ വന്ന് പെട്ടെന്ന് എന്നെ കണ്ടിട്ട് ദോ എന്നൊന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൂരമാണ് എൻ്റെ അടുത്തോട്ട് ഓടി വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ സിനിമയിൽ കണ്ട ഇഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. അപ്പോൾ ട്രെയിനിങ്ങിനെ വിടാനൊക്കെ സമയമായി. അപ്പോൾ അടുത്ത് വന്നിട്ട് ഇവർ പരിചയപ്പെട്ടു. ഞങ്ങൾ ഇവിടെ വെച്ചാൽ കണ്ടത്, മുകേഷ് ഞങ്ങളെ സിനിമയെല്ലാം കണ്ടു, ഗോഡ് ഫാദർ കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യുന്നു? പറഞ്ഞാൽ അറിയും. ഞാൻ ചോദിച്ചു ആരാണ്, എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ ബാബുരാജ് മാസ്റ്റർ ഫാമിലിയാണ്, എല്ലാവരും ബ്ലഡ് റിലേഷനാണ്, കൊച്ചുമക്കൾ, മരുമക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്തം വിട്ടു. ഞാൻ പറഞ്ഞു ഇതിപ്പര ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ. കാര്യം ട്രെയിൻ പിന്നെ പോകരുതെന്നായി എൻ്റെ പ്രാർത്ഥന. എല്ലാവരും വളരെ സാധുക്കളായിട്ടുള്ള നല്ല മനുഷ്യരാണ്. കുറേ നേരം ഒന്ന് സംസാരിച്ചു. അങ്ങനെ നൂറ്റാണ്ടുകൾ, തലമുറകൾ കഴിഞ്ഞാലും ഭാസ്കരൻ മാഷും ബാബുരാജ് മാഷും ഒക്കെ ഈ ലോകത്ത് തന്നെ ഇതേ കണക്കുള്ള കുഞ്ഞു കിളികൾ വന്ന് പാടും അവരുടെ പാട്ട്. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ കുഞ്ഞു കിളിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. ഓക്കെ? ഹലോ മേഘ്ന, എനിക്കറിയാം മേഘ്ന സെലക്ട് ആയി. കൺഗ്രാറ്റുലേഷൻ ആണ്. എല്ലാവരുടെ അടുത്തും പറഞ്ഞു മേഘ്നന്റെ ബെസ്റ്റ് ഫ്രണ്ട്, എല്ലാവരും കാണണം. നമ്മൾക്ക് ടോപ്പ് സിംഗർ ആയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾക്ക് കുറേ നേരം കളിക്കാം. ഐ ലവ് യു സോ മച്ച്. ഇതെന്റെ ഒരു തന്നെയാന്നുള്ള ഫ്രണ്ട്. ഒരു ഫ്രണ്ട്? അതെ. എവിടെയുള്ള ഫ്രണ്ടാ ഇത്? ഇത് ബാംഗ്ലൂരില്. ബാംഗ്ലൂര്. തന്മയ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു മേഘ്ന കുട്ടി ടോപ്പ് സിംഗറിൽ വന്നപ്പോ. അതെ. അന്ന് വന്നപ്പോ, ആദ്യം വന്നപ്പോ പറഞ്ഞ ഓർക്കുന്നുണ്ട്, മേഘ്ന കുട്ടിക്ക് ടോപ്പ് സിംഗറിൽ സെലക്ഷൻ കിട്ടിയാല് തന്മയ്ക്ക് ഭയങ്കര സന്തോഷാവും എന്നൊക്കെ വന്ന് പറഞ്ഞു. അതാണ് ഫ്രണ്ട്. അപ്പൊ ഇവിടെ തന്മയെ കണ്ടിട്ട് മേഘനക്ക് സന്തോഷായോ? എന്താ തന്മയനോട് പറയാനുള്ളത്? എനിക്ക് പറയാനല്ല, ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. ഇപ്പൊ തന്മയ കുട്ടി മേഘ്ന കുട്ടീനെ കണ്ടോണ്ടിരിക്കുകയാണ് ടിവിയില്. അപ്പൊ എന്താ പറയുന്നേ? എന്താ പറയാനല്ലേ? I love you too. I love you too. കാല് കണ്ടോ? അവള് ഈ ലവ് യു എന്നൊക്കെ പറയുമ്പോ ഒരു കാലിങ്ങനെ. അതെ. മേഘനക്കുട്ടി ഇന്ന് കൊണ്ടുവന്ന് പാടിയ പാട്ടിൽ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു ഈ പാട്ടിനെ സംബന്ധിച്ച് ഇതിനേക്കാളും ഇനി ഒന്നും ശരിയാവാനില്ല. ശ്രുതി കറക്റ്റ്, ഓർത്തു വെച്ചു, നല്ല ആക്ഷൻ, ഇത്രയൊക്കെ നല്ല ഭംഗിയായിട്ട് പാടിയ മേഘനക്കുട്ടിക്ക് ജഡ്ജസ് തരുന്നു അവർക്ക് മനസ്സിലായില്ല കേട്ടോ. കിട്ടിയിരുന്നു. എനിക്ക് പണ്ട്, ഇപ്പൊ തന്നെ എനിക്ക് തോന്നി പണ്ടേ എനിക്ക് എക്സ്ട്രീം കിട്ടിയതാണ്. ഇതിൽ കേട്ടിട്ട് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. So congratulations, Meghna is awarded A Extreme. അടി ഒരു കുഞ്ഞിക്കിളി പൂക്കുറ്റി. സന്തോഷമായോ? ആയി. എന്നാ ടാറ്റ, ഓൾ ദി ബെസ്റ്റ്. എന്നാ ഓടിപ്പോയി ചോറും പപ്പടം കഴിക്കും. അതെ, മേഘ്നക്കുട്ടി ഹലോ, എക്സ്ട്രീം ഒക്കെ അടിച്ചല്ലോ, കൺഗ്രാറ്റ്സ്. ദീപങ്ങളെ, നമ്മൾ ഇന്നത്തെ ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ എന്താ സംശയം? നമ്മുടെ മേഘന. വെൽക്കം മേഘ്ന കുട്ടി ഓൺ സ്റ്റേജ്. മേഘ്ന കുട്ടിക്ക് GRB നൽകുന്ന ഒരു സമ്മാനം. അപ്പൊ ഇന്നത്തെ നമ്മുടെ കൂട്ടുകാരുടെ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും